ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങളിൽ വനിതകൾക്ക് പ്രാധാന്യം ലഭിച്ചുവെന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള ഒരു മേഖലയിൽ ഒരു സ്ത്രീക്ക് പത്മ പുരസ്കാരം നൽകി ആദരിച്ചു എന്നത്. പശ്ചിമ ബംഗാളിലെ ആനക്കൂട്ടത്തെ മെരുക്കിയ വനിത 2024 റിപ്പബ്ലിക് ദിനത്തിൽ അഭിമാനകരമായ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ഹസ്തി കന്യ എന്നറിയപ്പെടുന്ന പാർവതി ബറുവ. 14-ാം വയസ്സു മുതലാണ് പാർവതി ആനകളോട് കൂട്ടുകൂടി തുടങ്ങിയത്. അസ്സാമിൽ ജനിച്ചു വളർന്ന പാർവതിക്ക് കുഞ്ഞുനാളിൽ പാവകളുമായി കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പകരം അവൾ വന്യജീവികളെ ആരാധിക്കുകയും കൂടുതൽ സമയം വീടിന് പുറത്ത് ചെലവഴിക്കുകയും ചെയ്തു. ഗൗരിപൂർ രാജകുടുംബത്തിലെ പ്രകൃതീഷ് ചന്ദ്ര ബറുവയ്ക്ക് ജനിച്ച 9 മക്കളിൽ ഒരാളായിരുന്നു പാർവതി. ഗൗരിപൂരിലെ രാജാക്കന്മാരുടെ ഇടയിലെ അവസാന ഭരണാധികാരിയായിരുന്നു പ്രകൃതീഷ്. പിതാവിൽ നിന്ന് തന്നെയാണ് പാർവതിക്ക് ആനകളോടുള്ള വാത്സല്യം കിട്ടിയത്. അദ്ദേഹം ആനകളെക്കുറിച്ചുള്ള വൈദഗ്ധ്യത്തിനും അറിവിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായിരുന്നുവെന്നത് കുഞ്ഞു പാർവതിക്ക് ഏറെ ഗുണവും ചെയ്തു. ഹസ്തി കന്യ എന്നറിയപ്പെടുന്ന പാർവതി തന്റെ ആദ്യ ആനയെ 14-ാം വയസ്സിൽ കോക്രാജാർ ജില്ലയിലെ കച്ചുഗാവ് വനങ്ങളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. 1972-ൽ പാർവതി ആനപ്പാപ്പാനായി തീർന്നു. അന്നു മുതൽ ഇന്നു വരെ തന്റെ ജീവിതം ആനകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഈ വനിത. ഒരിക്കൽ ബംഗാളിലെ മിഠാനിപൂരിൽ 50ഓളം ആനകൾ വഴിതെറ്റി പോവുകയുണ്ടായി. ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തുകയും 3 പേരെ കൊല്ലുകയും ചെയ്തു. നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നിസ്സഹായരായി നിന്നു. അപ്പോഴാണ് അവിടുത്തെ ഭരണാധികാരികൾ പാർവതിയെ ആനകളെ രക്ഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത്. പാർവതിയുടെ 3 ആനകളും മറ്റു പാപ്പാന്മാരുടെ ഒരു ടീമും ചേർന്ന് 2 ആഴ്ചത്തെ സാഹസിക ശ്രമത്തിന് ശേഷമാണ് ആനകളെ മെരുക്കിയെടുത്തത്. 2003 മാർച്ചിൽ അവളുടെ കരിയറിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷം വന്നു. ഛത്തീസ്ഗഡിൽ ആക്രമണം നടത്തിയ ആനയെ അവൾക്ക് കൊല്ലേണ്ടതായി വന്നു. അത് അവൾക്ക് ഏറെ വിഷമം നൽകിയ ഒരു കാര്യമായിരുന്നു. ആനകളെ കുളിപ്പിക്കുക, കാട്ടിൽ സവാരിക്ക് കൊണ്ടുപോവുക, പരിശീലിപ്പിക്കുക എന്നിവയൊക്കെയാണ് പാർവതി ബറുവയുടെ ദിനചര്യ. എൻ്റെ ജോലി ആനകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുകയും ആനകളെ മനുഷ്യരിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ആനയ്ക്ക് വേണ്ടത് സമാധാനവും സുരക്ഷിതവുമാണ്. ആനകൾ തന്നെ സ്നേഹിക്കുന്നത് അവരുടെ വികാരങ്ങൾ താൻ മനസ്സിലാക്കുന്നതിനാലാണെന്നും ഒന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ അവയെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുമെന്നും പാർവതി ബറുവ പറയുന്നു. 3 പെൺമക്കൾ അടങ്ങുന്ന കുടുംബവുമൊത്താണ് പാർവതിയുടെ താമസമെങ്കിലും ഒരിക്കലും കാടിനെയും ആനകളെയും മറന്ന് ജീവിച്ചിട്ടില്ലെന്നും ഒരിക്കലും വിരമിക്കാൻ ആഗ്രഹിക്കാത്ത പാപ്പാനാണ് താനെന്നും അവർ പറയുന്നുണ്ട്. ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആനകളെ പരിപാലിക്കുന്നതിന് വേണ്ടി ആളുകൾ പാർവതിയെ തേടി എത്താറുണ്ട്. പാർവതിയുടെ കഥകൾ കേട്ടറിഞ്ഞ BBC അവരെ ആസ്പദമാക്കി ആനകളുടെ രാജ്ഞി എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും ചെയ്തിട്ടുണ്ട്.